വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജെപിക്ക് ഒരുപാട് ഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ? ഒരു ഗൂഢലക്ഷ്യമില്ല. ഗൂഢലക്ഷ്യം അല്ലാതെ പരസ്യമായ ലക്ഷ്യമാണ് പ്രതിപക്ഷത്തിനെ എക്സ്പോസ് ചെയ്യുക. ലോക്സഭയിൽ തന്നെ പ്രധാനമന്ത്രി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറയുകയുണ്ടായി. അതായത് സ്ത്രീ അല്ലെങ്കിൽ നാരീശക്തി ബില്ലിനെ എതിർത്തവരാരുണ്ടോ, വനിതാ സംവരണ ബില്ലിനെ ആരൊക്കെ എതിർത്തിട്ടുണ്ടോ അവരാരും പച്ച പിടിച്ചിട്ടില്ല. പച്ച മലയാളത്തിൽ ഞാനങ്ങ് പറയുക. ജനങ്ങൾ, നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ അവരോട് അതിന് പ്രതികാരം ചെയ്തിട്ടുണ്ട്, മറുപടി കൊടുത്തിട്ടുണ്ട്, വേണ്ട മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ സ്ത്രീകളെ പ്രതിനിധാനം ചെയ്യുന്ന വനിതാ പാർലമെൻറ്റേറിയന്മാർ മുഴുവൻ പരസ്പരം ആഘോഷിച്ച, കെട്ടിപ്പിടിച്ച, പാർട്ടി മറന്ന്, അതാണ് ഇതിൽ രാഷ്ട്രീയമില്ലെന്ന് പറയുന്നത്. ബൃന്ദ കാരറ്റും സുഷമ സ്വരാജും ഒക്കെ കെട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് ലഡു പൊട്ടിച്ച ഒരു നിമിഷം, അതിൻ്റെ ഫോട്ടോകൾ പത്രത്തിൽ നമ്മൾ കണ്ടു. പാർട്ടി അക്രോസ് പാർട്ടി ലൈൻസ് അവരെല്ലാം കൂടി ഒരുമിച്ച് പാസാക്കി അവരെ ആനന്ദത്തിൽ ആറാടിച്ച ഒരു നിമിഷം, ചരിത്ര നിമിഷം. ആ ചരിത്ര നിമിഷം പക്ഷേ ഏടുകളിൽ തന്നെയാണിപ്പോൾ. ഏടിട്ടിലെ പശു പുല്ല് തിന്നില്ല. അത് രൂപത്തിലും ഭാവത്തിലും സമൂർത്തമായിട്ട് രംഗത്തു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയത്. അന്നത്തെ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ 2023 പാസ്സാക്കിയതിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉദ്ദേശ്യമെന്ന് പറഞ്ഞാൽ ഇത് ഭരണഘടനാപരമായിട്ട് നിർമ്മിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻവാലിഡായി പോകും, വോയിഡായി പോകും, നൾ ആൻഡ് വോയിഡ് എന്നാണ് അതിന് പറയുന്നത്, അസാധുവായി പോകും. അതുകൊണ്ട് ഇതൊക്കെ നിയമമൊക്കെ നിർമ്മിക്കുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് അല്ല ഏത് ഗവൺമെൻറ് ആയാലും ശ്രദ്ധിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയുടെ 334 വകുപ്പിൽ പറയുന്നത് പോലെ തന്നെ ഈ ബില്ലിലെ കാര്യങ്ങൾ ഡെലിമിറ്റേഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നതിലൂടെ ഉത്തരേന്ത്യയിൽ വൻതോതിൽ സീറ്റുകൾ വർദ്ധിക്കും. അപ്പോൾ എല്ലാ കാലത്തിലേക്കും ഇന്ത്യക്ക് ബിജെപിക്ക് ഇന്ത്യയെ ഭരിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഇതിന്റെ പിന്നിലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. വിഡിത്തമാണ്. ആലോചിച്ച് നോക്കൂ. അവർ തന്നെ ഏകകണ്ഠമായിട്ട് പാസ്സാക്കിയ ഒരു ബില്ലിനെ അവർ തന്നെ ഇറക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളപ്പോൾ എന്ത് നിലപാടാണ് നിങ്ങൾക്ക്? അപ്പോൾ അവർ ഈ 324 അനുച്ഛേദമൊന്നും പഠിച്ചില്ലായിരുന്നു യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഈ ബില്ല് പാസ്സാക്കുമ്പോൾ? ഈ ഡിലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാഞ്ഞിട്ടല്ല, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരല്ലേ ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? അന്ന് ഇവര് ഇതിനെ എതിർത്തില്ല, അന്ന് ഏകപക്ഷീയമായിട്ട് വോട്ട് ചെയ്തു. ഇന്നിപ്പോ ഇതിനെ എതിർക്കുന്നതിൽ ബാൻസുരി സ്വരാജ് ഇന്നലെ പറഞ്ഞല്ലോ. ഇത് നേരത്തെ ബാൻസുരി സ്വരാജും കൂടെ ഉള്ള സമയത്തല്ല, അതിനു മുമ്പുള്ള സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നടന്നിരുന്നു എന്ന് അവർ സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണ്. അവർ പറഞ്ഞു കൃത്യമായിട്ട് ഇതെല്ലാം അംഗീകരിച്ച ശേഷം അവർ തന്നെ നിർമ്മിച്ച ഒരു ബില്ലിനെ എതിർക്കുന്ന സംഭവമാണ് നടക്കുന്നത്. കാരണം ഡെലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെടാതെ ഇത് നടത്താൻ പറ്റില്ല. ഇത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കണ്ടുപിടുത്തമല്ല, ഇത് ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈ ഭരണഘടന എന്ന് പറയുന്നത് തലയെ പൊക്കി പിടിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ ആദരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താണെന്ന് മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള വിവരമില്ല, പക്ഷേ കോൺഗ്രസിൽ പലർക്കും അതിനുള്ള വിവരമുണ്ട്. അവർ പക്ഷേ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുക. രാഹുൽ ഗാന്ധി എന്തെല്ലാം പണ്ടത്തരങ്ങളാണ് പറഞ്ഞത്? മുസ്ലിങ്ങളെ ഒഴിവാക്കാനാണ്, OBC ഒഴിവാക്കാനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾ എന്താണ്? ഇത് തന്നെയാണ് മുലായം സിംഗ് യാദവ് പറഞ്ഞത്. നിങ്ങൾ ഈ സംവരണം നടപ്പാക്കുമ്പോൾ സമൂഹത്തിൽ ബോബി ചെയ്ത സ്ത്രീകൾ, ഈ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്, ബോബി ചെയ്ത കുറേ സ്ത്രീകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ മധ്യവർത്തികളായിട്ടുള്ള സാമാന്യന ഇടനിലക്കാരായിട്ടുള്ള സ്ത്രീകൾ, പണത്തിനുമൊക്കെ ഒരു ദൗർഭിക്ഷ്യവും നേരിടാത്ത ആൾക്കാരെ, അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ്. അല്ല പാവപ്പെട്ട ആൾക്കാരും വരുന്നില്ല എന്ന്. പക്ഷേ ഈ ബില്ലിൽ സമൂഹത്തിലെ പാവപ്പെട്ട ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള, അവരെയും കൂടി ഇൻക്ലൂസീവ് ആക്കിയിട്ടുള്ള ഒരു സംവരണമാണുള്ളത്. അപ്പോൾ അവിടെ ഒരു തെറ്റും ആർക്കും പറയാൻ കഴിയുന്നില്ല. അപ്പം എന്നാലും ഈ പുരുഷ കേന്ദ്രീതമായിട്ടുള്ള കോൺഗ്രസും SPയും അതുപോലെ തന്നെ DMKയും ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് സ്ത്രീ സംവരണം വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ആൾക്കാർക്ക് സീറ്റ് കുറഞ്ഞു പോകും, സ്ത്രീകൾ കയറി ഭരിക്കും, അവർക്ക് ഒരുപാട് MP-മാർക്ക് തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയം ഉണ്ടല്ലോ, തങ്ങൾ ഹൈജാക്ക് ചെയ്ത് വെച്ചിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയവും ഇതിന്റെ പിന്നിലുണ്ട്. മാത്രമല്ല ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്ന കാപട്യം എന്ന് പറയുന്നത്, മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾ അടുക്കളയിൽ തന്നെ തട്ടവും ഇട്ട് കഴിഞ്ഞുകൊള്ളണം എന്ന് വിശ്വസിക്കുന്ന യാഥാസ്ഥിതികർ ധാരാളമുള്ള ഒരു മതമാണ്. അപ്പോൾ അവർ പൊതുരംഗത്തേക്ക് വരുന്നത് അവിടുത്തെ യാഥാസ്ഥിതികമായിട്ടുള്ള മുസ്ലിങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അവർ എപ്പോഴും പുരുഷൻ്റെ 6ാം ഭാര്യയല്ലേ അല്ലെങ്കിൽ 7ാം ഭാര്യയല്ലേ എന്ന് പറയുന്ന പോലെ ഒന്നാണ്, അടിമയാണ്, സ്ത്രീകളെ അടിമയാണ്. വിവാഹത്തെ കോൺട്രാക്റ്റ് ആയിട്ടാണ്, കരാറായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്.
അതിനെ ന്യായീകരിച്ചിട്ട് നടക്കുന്ന യാഥാസ്ഥികന്മാരാണ് നമുക്കുള്ളത്. പരിഷ്കാരം എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് ഓരോ മതവും മാറിക്കൊണ്ടിരിക്കണം. റിജിഡായിട്ടുള്ള അല്ലെങ്കിൽ റാഡിക്കലായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ചില മുസ്ലിങ്ങളുണ്ട്, നമുക്കറിയാം, ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ത്രീകൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത്, പൊതുപ്രവർത്തകരാകുന്നത് ഇഷ്ടമല്ല. പുരുഷൻ്റെ ഒരു ഭോഗവസ്തു മാത്രമാണ് സ്ത്രീ എന്ന് വിശ്വസിക്കുന്ന യാഥാസ്ഥിതികത്വം ഇന്നും കൊടിയൊത്തുവാടുന്നത് ഇസ്ലാമിലാണ്. ആ ഇസ്ലാം മതത്തിനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രീണന രാഷ്ട്രീയം ഇതിന്റെ അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അവരെ സുഖിപ്പിക്കുന്ന തരത്തിൽ ഈ ബില്ലിനെ എതിർത്ത് കഴിഞ്ഞാൽ അവരുടെ വോട്ട് നമുക്ക് ഉറപ്പാക്കാം എന്നുള്ള ലാക്കോടുകൂടിയാണ് DMK, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ തന്നെ കോൺഗ്രസ്, ഈ പാർട്ടികളെല്ലാം ചാടി വീണതിനെ അട്ടിപറിച്ചിട്ട് പാർലമെന്റ് നടുത്തളത്തിൽ നിന്ന് സ്ത്രീകൾക്ക് അവരുടെ അവകാശം നിഷേധിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചത്. വിഡ്ഢിത്തത്തിൻ്റെ ഒരു പൊട്ടിച്ചിരിയാണ് രാഹുൽ ഗാന്ധിയിൽ കൂടി അത് പ്രതിഫലിപ്പിച്ചത്. സംശയമില്ലാത്ത കാര്യമാണ്. ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട നിമിഷമാണ് അദ്ദേഹം പാർലമെന്റിൽ സൃഷ്ടിച്ചത്. കോൺഗ്രസ് എന്ന് പറയുന്ന അല്പം പുരോഗമന ആശയങ്ങളുള്ള ഒരു പാർട്ടിയെ ഏതാണ്ട് ഇരുണ്ട നൂറ്റാണ്ടുകളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു പിന്തിരിപ്പൻ മനോഭാവത്തിൻ്റെ പ്രകടനമാണ്. ഇവർ പറയുന്ന കാര്യം താങ്കൾ ചോദിച്ച പോലെ ഡിലിമിറ്റേഷൻ. എന്താ ഡിലിമിറ്റേഷന് കുഴപ്പം? നിങ്ങൾ ആരെയാ ഭാഗത്തുന്ന ഡിലിമിറ്റേഷനിൽ? നമ്മളാരാ? ചൈനയിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരുന്നു, പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തുന്നു? ഇല്ലല്ലോ, ഇന്ത്യയിലെ പൗരന്മാർ തന്നെയല്ലേ. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയുടെ ഒരു പ്രാതിനിധ്യം കുറയും. നാം രണ്ട് നമുക്കൊന്ന് എന്നുള്ള പദ്ധതി നടപ്പാക്കിയിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അത് ഒരു പോരായ്മയാകും എന്നൊക്കെയാണ് പ്രതിപക്ഷം. ശരിയാണ്, വാസ്തവമാണ് ആ പറഞ്ഞത്, വളരെ സത്യസന്ധമായ കാര്യമാണ്. ഉദാഹരണം പത്തനംതിട്ട ജില്ലയാണ്, 0 പോപ്പുലേഷൻ ഗ്രോത്ത് ആയിരുന്നു. അതിപ്പം മൈനസ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോയി, നെഗറ്റീവ് പോപ്പുലേഷൻ. കേരളത്തിൽ നമ്മൾ അല്ല, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ MLA-മാരുടെ എണ്ണം കുറഞ്ഞു. ഞാനൊക്കെ ഉണ്ടായിരുന്ന പന്തളം മണ്ഡലം ഇല്ലാതെയായി. പക്ഷെ മലപ്പുറത്ത്, നമ്മുടെ കേരളത്തിലത്തെ പ്രൊപ്പോർഷൻ അനുപാതം നോക്കൂ, മലപ്പുറത്ത് കൂടുകയാണ്. ഡെമോഗ്രാഫിക് അവിടെ കൂടുന്നതിന്റെ ഫലമായിട്ട് MLA-മാരുടെ എണ്ണം കൂടുന്നു. ഏത് മതത്തിനാണ് അതിന്റെ നേട്ടം ഉണ്ടാവുന്നത്? അതെന്താരും ചിന്തിക്കാത്തത്? അങ്ങനെ ഉണ്ടാവും. അതേസമയം തന്നെ ഇതിന്റെ ഉത്തരം കൂടെ പറയാം. അതായത് ഈ പുതിയ ഡിലിമിറ്റേഷൻ അനുസരിച്ചിട്ട് കേരളത്തിലെ ആനുപാതികമായിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആനുപാതികമായിട്ട് കേരളത്തിലെ ഉയർത്തുകയാണ്. വ്യക്തമായിട്ട് അതിൻ്റെ കണക്കുണ്ട്. കേരളത്തിലെ ഈ മണ്ഡലങ്ങളുടെ എണ്ണം പുനർനിർണയിക്കുമ്പോൾ കേരളത്തിന് കൂടുതൽ കിട്ടുകയാണ്. ഉത്തർപ്രദേശിന് ആനുപാതികമായിട്ട് എത്ര കിട്ടുന്നു, അതുപോലെ തന്നെ കേരളത്തിനെ കൂട്ടിക്കൊണ്ടുള്ള ഒന്നാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്, കൂടുകയാണ്. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 0.83% ഒരു വർധനയാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. എനിക്കൊരു സംശയമുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന കേന്ദ്രത്തിന്റെ ഡിലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും അതിനെ എതിർക്കും. എല്ലാവരും, കേരളത്തിലുള്ള എല്ലാവരും അതിനെ എതിർക്കും. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ ഡിലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മണ്ഡലത്തിന്റെ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ പറയുന്ന മലബാറിലെ സീറ്റ് വർധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആരും അതിനെ എതിർക്കും. കാപട്യം, അതാണ് കാപട്യം എന്ന് പറയുന്നത്. അത് കാരണം ഇസ്ലാമിനെതിരായിട്ട് പരാമർശിക്കാൻ, അതാണല്ലോ ലവ് ജിഹാദ് പരാമർശിക്കുമ്പോൾ അതിനെല്ലാം നമ്മൾ ജഡ്ജ്മെന്റലായിട്ടാണ് പ്രതികരിക്കുന്നത്. അതിന്റെ ഫാക്ച്വൽ ആയിട്ടല്ല പ്രതികരിക്കുന്നത്. സത്യം കണ്ടാത്ത അങ്ങനെ പറഞ്ഞുകൂടാ. പണ്ട് നമ്പൂതിരിമാർക്കെതിരെ, ബ്രാഹ്മണ സമുദായത്തിനെതിരെ ഒന്നും പറഞ്ഞുകൂടാ. അവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കാനും പാടില്ല, ശിക്ഷയിൽ നിന്ന് മുക്തരാണെന്ന് പറയുന്നത് പോലെ ഇന്ത്യയിലെ ഒരു സമുദായത്തിന്, ഒരു മതത്തിന് എല്ലാ തെറ്റുകളും കുറ്റകൃത്യങ്ങളും ചെയ്യാനുള്ള അവകാശം അനുവദിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രത്തിന്റെ നാശത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് ബുദ്ധിയില്ലാത്ത, ഇൻസൈറ്റ് ഇല്ലാത്ത, ഭാവിയെക്കുറിച്ച് ചിന്തയില്ലാത്ത രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യഥാർത്ഥത്തിൽ വേണ്ടത് ഏക സിവിൽ കോഡാണ്. ഇവർ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഏക സിവിൽ കോഡ് കോടതി വരെ പറഞ്ഞതാണ്. സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിരപേക്ഷ സമുദായത്തിൽ വേണ്ടത് ഏക സിവിൽ കോഡാണ്. അതിന് പോലും ഈ പിന്തിരിപ്പൻ ആശയങ്ങളുമായി നടക്കുന്ന, പിന്തിരിപ്പൻ രീതിയിലേക്ക് മാറിപ്പോയ കോൺഗ്രസ്, പഴയ കോൺഗ്രസ് അല്ല. നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞ പുരോഗമന ആശയമായിരുന്നു. ഇന്ന് കോൺഗ്രസ് പോകുന്ന മതപ്രീണനം എന്ന് പറയുന്ന പിന്തിരിപ്പൻ നയങ്ങളിലേക്കാണ്. മതങ്ങളെ ശുദ്ധീകരിക്കുകയോ അവരെ പുരോഗമനത്തിലേക്ക് കൊണ്ടുവരാനോ വേണ്ടിയിട്ട് ഒരു ചുവടും നടക്കുന്നില്ല. പേടിയാണ്. കാരണം അവരുടെ വോട്ട് ബാങ്ക് അതാണ്, അത് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിലെ വയനാട്ടിൽ വന്ന് വോട്ട് ചെയ്യേണ്ടി വന്നത്. ആ ഒരു പ്രത്യേക മതത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സങ്കുചിത ചിന്താഗതിയുള്ള ഒരു പാർട്ടിയായിട്ട് സ്വയം അധപ്പതിച്ച് അതിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി കൂടി അഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ വനിതാ ബിൽ എന്ന് പറയുന്ന ഏറ്റവും പുരോഗമനാത്മകമായിട്ടുള്ള ചരിത്ര നിമിഷത്തെ നിരാകരിക്കുകവരി പാർലമെൻറ്റിൽ അവർ ചെയ്തിട്ടുള്ളത്. അത് ചരിത്രം മാപ്പ് കൊടുക്കുകയില്ല. മോദി മാപ്പ് കൊടുക്കും. മോദി വേറെ വഴി കൂടി ഈ ബില്ല് കൊണ്ടുവരും. കാരണം ഇച്ഛാശക്തിയോടുകൂടി ഭാരതത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും
നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ ഭരണകൂട നിർമ്മാണത്തിൽ എല്ലാം ഉള്ള അവകാശം സ്ഥാപിച്ചു കൊടുത്തിട്ട് എന്തായാലും മോദി കസേരയിൽ നിന്ന് മാറുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടണമെങ്കിൽ അവർ മൂട്ടകളായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ കസേരകളിൽ, പ്രധാനമന്ത്രിയുടെ കസേരയിൽ, മുഖ്യമന്ത്രിയുടെ കസേരയിൽ, മന്ത്രിമാരുടെ കസേരകളിൽ ഇരിക്കണമെങ്കിൽ അവർ മൂട്ടയായിട്ട് ജനിക്കണമെന്നുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളിന്ന്. അത് മാറ്റുക എന്നുള്ളത് ഓരോ രാഷ്ട്രീയക്കാരൻ്റെയും ഓരോ പുരോഗമന ആശയക്കാരൻ്റെയും ഒരു പ്രവൃത്തിപഥമാണ്, കടമയാണ്. ആ കടമയാണ് നരേന്ദ്രമോദി അവിടെ സ്വീകരിച്ചത്. അത് പരാജയ ബോധമല്ല. ഇതിലാരാണ് എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്? നരേന്ദ്രമോദിയല്ല, രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധിയാണ്. ഒരു കാര്യവുമില്ല, ഡിലിമിറ്റേഷൻ്റെ പേര് പറഞ്ഞ്. ഡിലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു നീതികേടാണോ? ഡിലിമിറ്റേഷൻ എന്ന് പറയുന്ന ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആരാ ഡിലിമിറ്റേഷൻ നടത്തുന്നത്? പ്രധാനമന്ത്രി എന്നാണോ ഡിലിമിറ്റേഷൻ നടത്തുന്നത്? അല്ല, സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജിയാണ്. ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ജഡ്ജിയുടെ മേൽ നടത്താൻ പറ്റുമോ? ജഡ്ജി എന്ന് പറഞ്ഞാൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഇതിൻ്റെ സൗജന്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ സൗജന്യങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ലാത്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു പേരുണ്ട്. ആ പേര് നശിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ ഇതേ സഹായിക്കുന്ന ആരാണ്? സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരാണ്. കേരളത്തിൽ വരുമ്പോൾ ആരാണ്? കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരാണ് സഹായിക്കുന്നത്. കോൺഗ്രസ് ആയിരിക്കും പല സംസ്ഥാനങ്ങളും. അപ്പോൾ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഒരു 2035 ആ ഒരു കാലഘട്ടം ആകുമ്പോൾ ഈ ബില്ല് പാസ്സാകുമെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ പാസ്സാകട്ടെ അല്ലേ? അങ്ങനെയല്ല, അത് അതിന് മുമ്പ് തന്നെ പാസ്സാക്കാനുള്ള വഴികളുണ്ട്. കാരണം ഇതിപ്പോൾ ഡിലിമിറ്റേഷൻ ആണല്ലോ ഒരു പരാതി കാട്ടുക. ഡിലിമിറ്റേഷൻ ഇല്ലാതെ തന്നെ കൊണ്ടുവരും. ഡിലിമിറ്റേഷൻ്റെ ആ കാര്യമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഡിലിമിറ്റേഷൻ്റെ കാര്യം ഇല്ലാതെ കൊണ്ടുവന്നാൽ ഇവരിത് പാസ്സാക്കുമോ എന്നുള്ള അറിയാം. അതിന് വേറൊരു ഭേദഗതിയും കൂടെ വേണ്ടി വരും ഭരണഘടനയ്ക്ക്. ഡിലിമിറ്റേഷൻ ഈ പറഞ്ഞ 324 വകുപ്പ് 324 വകുപ്പ് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ് നമ്മുടെ സബ്ജക്റ്റ് കറക്ഷൻ. ആ വകുപ്പ് അനുസരിച്ചുള്ള ഡിലിമിറ്റേഷനെ ഡീലിംഗ് ചെയ്യാൻ മറ്റൊരു ഭേദഗതി കൂടെ കൊണ്ടുവന്നാൽ മതിയല്ലോ. സാങ്കേതികമായിട്ട് ഇതാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം അമിത്ഷാ ഇത് തന്നെ പറയുകയുണ്ടായി. നിങ്ങൾക്ക് അതാണ് പ്രശ്നം. ശരി, നിങ്ങൾക്ക് അതാണ് പ്രശ്നമെങ്കിൽ 1 മണിക്കൂറിനകം തിരുത്തി ഞാൻ കൊണ്ടുവരാം, വനിതാ സംവരണം നടപ്പാവട്ടെ. അപ്പോഴും എതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ 1 മണിക്കൂറല്ല, 2 ദിവസം എടുത്തായാലും ശരി, ഈ ബില്ല് പുതിയ രൂപത്തിൽ വരും. അന്ന് ഈ പറഞ്ഞ വാദങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പേ അത് കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കേണ്ടതായിട്ട് വരും. അംഗീകരിക്കേണ്ട സാഹചര്യമാണിപ്പോൾ നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.